ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കിസ്മത്ത് ഡയറീസ്. അപ്പോൾ നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് എനിക്ക് മദ്രസയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രോയിങ് ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിട്ടോ. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഗിഫ്റ്റ്. ഇത് ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞൊരു റെഡ് കളർ ക്രിസ്മസിൻ്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു വെച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലുള്ള ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടായിരുന്നു തന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ കാര്യമൊക്കെ പൊളിച്ച് വന്നപ്പോൾ ഇതാണ് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാട്ടിയിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാറ്റി വെച്ചതാണ്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഞാൻ എൻ്റെ മൂത്തുമാടെ വീട്ടിലായതുകൊണ്ടാണ് ക്രിസ്മസിന് നമുക്കൊരു വീഡിയോയും ഇടാൻ പറ്റാറുള്ളത് കേട്ടോ. നമ്മൾ മൂത്തുമാടെ വീട്ടിൽ നിൽക്കാൻ പോയേക്കായിരുന്നു വെക്കേഷന്. സോ നമുക്ക് ഒരു വീഡിയോയും അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വാവ് കിറ്റ് അൺബോക്സ് ചെയ്യാം. ഇത് എൻ്റെ ഇക്കാക്ക സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി വാങ്ങിച്ച സാന്റാക്ലോസ് ആണ്. കിട്ടിയപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു ആ ആഘോഷം. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മമ്മൂട്ടി അതൊക്കെ എടുത്ത് തലയിലൊക്കെ വെച്ച് നോക്കണ്ട കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. മുഖം മൂടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ചെറുതായിട്ടറിയാം. എനിക്ക് സ്കെയിലുണ്ട്, അതുപോലെ തന്നെ ഒരു റബ്ബറും കട്ടറും പെൻസിലാണോ പേനയാണോ എന്ന് അറിയാത്തൊരു സാധനം, പിന്നെ കളർ പെൻസിലുണ്ട്, സ്കെച്ചുണ്ട്, ക്രയോൺ ഉണ്ട്. ഇത്ര സാധനങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാവ് കിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാവ് കിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിനി ഇത് ഇവിടുന്ന് കട്ട് ചെയ്യണം. അയ്യോ, അവിടെ നിന്നല്ല, കുറച്ച് കയറ്റിയോ? അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കത്രികയുടെ ഫോട്ടോയൊക്കെ നടത്തുന്നുണ്ട്. ഫോട്ടോ അല്ല, ചെറിയ ഇത് കുറച്ച് കട്ടിയുള്ള സാധനമായത്. എന്നിട്ട് വലിക്കുക അവിടെ നിന്ന്. നല്ല ടൈറ്റ് വലിച്ചാലോട്ടോ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് വലിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അവിടെ നിന്ന് വലിച്ചിട്ടൊന്നും കിട്ടണില്ല കേട്ടോ. കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ വീടിൻ്റെ വാർച്ചുമോളെ എടുത്ത് വൈറ്റ് വാഷ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ടാണ് കേട്ടോ. അത് കാര്യമാക്കി എടുക്കണ്ട. അതെ, മുട്ടടി അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തിപ്പോൾ നമുക്ക് നല്ല ടഫായിട്ട് തോന്നി. പിന്നെ നമ്മളതൊരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു സാധനം, ഇങ്ങനത്തെ പേപ്പറും ഗിഫ്റ്റ് പേപ്പറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ കൈയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇതെനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എത്രയാണ് 1 2 3 4 5 6 6 കളർ വരുന്നത് ഒരു ഇതാണ് കിട്ടിയത്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതുപോലെ യെല്ലോ ഉണ്ട്, റെഡും ഉണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സ് വന്നിട്ടുള്ള ചെറിയൊരു സ്കെച്ച് ബോക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയോ തുറക്കാം. ഇവിടെ തുറക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് എടുത്തിട്ട് ജസ്റ്റ് വരയ്ക്കാം. നല്ല തെളിച്ചോണ്ട് കേട്ടോ, കാണണ്ടല്ലോ. നമുക്ക് കിട്ടിയത് കണ്ടോ. പിന്നെ നമുക്ക് സ്കെച്ച് മാത്രമല്ല കിട്ടിയേക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കളർ പെൻസിലും വന്നിട്ടുണ്ട്. എത്ര കളർ നമ്മുടെ സ്കെച്ചിൽ എത്ര കളേഴ്സ് ഉണ്ടായിരുന്നു അത്രയും കളേഴ്സ് തന്നെയാണ് ഇതിൽ 6 എണ്ണം. സെയിം കളേഴ്സ് ഉണ്ടോ, റെഡ്, യെല്ലോ, ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ, ഗ്രീന്, അതുപോലെ ബ്രൗൺ. ഇത്ര കളേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഒരു ക്രയോണിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. 12 കളേഴ്സിൻ്റെയാണ്. ഇതെനിക്ക് വളരെ ആവശ്യമുള്ള സാധനമായിരുന്നു. എന്തെങ്കിലാണെങ്കിൽ ക്രയോൺസ് ആണെങ്കിൽ ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ 3 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്കെച്ചും ക്രയോണും കളർ പെൻസിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്നാലും 6 ഷെയ്ഡ്സ് ആട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഒരു കട്ടറാണ് കേട്ടോ, ബ്ലാക്ക് കളർ കട്ടർ കേട്ടോ. പിന്നെ ഒരു ഈ ഷേപ്പുള്ള റബ്ബർ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കും ചെറുതൊക്കെ ആയിട്ട് ഇഷ്ടമാണ്. ഇത് ഞങ്ങളിങ്ങനെ ഫൗണ്ടേഷൻ്റെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് കഴിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പേനയാണോ പെൻസിലാണോ എന്നുള്ള എൻ്റെ ഡൗട്ട് മാറി കിട്ടിയത് പെൻസിലാട്ടോ.
നല്ല ഇത് പടം വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന കിറ്റല്ലേ, വാവ് കിറ്റ്. അപ്പോൾ ഇത് സൂപ്പർ ഡാർക്ക് HB2 ആട്ടോ, 2 HB2. അപ്പോൾ അത് നല്ല ഡാർക്കായിരിക്കും. നമുക്കിത് കുറുമ്പിച്ചൊക്കെ പടം വരയ്ക്കാൻ മാത്രമാണ് ഈ പെൻസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ, എഴുതാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്കൊരു ഡോംസിൻ്റെ സ്കെയിലും വന്നിട്ടുണ്ട്, 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വാവ് കിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഈ വാവ് കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വാവ് കിറ്റിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ അത് തന്നെ, പക്ഷെ നടക്കില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ലോലിപ്പോപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാനൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എല്ലാവർക്കും ഷെയർ എടുത്തിട്ട് എൻ്റെ കമൻറ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടി പറയണം. അപ്പോൾ എല്ലാവർക്കും ബൈ.